എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് എന്ന് നോക്കാം. Revelation, wholeness, understanding, insight, perseverance, empowerment. ആദ്യം തന്നെ റെവല്യൂഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തില് ഈ മാസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഒത്തിരി പല കാര്യങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഒരു ജ്ഞാനം, ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു അതീന്ദ്രിയ ജ്ഞാനം എന്നൊക്കെ നമ്മൾ പറയും. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർക്കത്തിൽ സ്വപ്നത്തിൽ തെളിയുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് പലതും കാണാനും കേൾക്കാനും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ടാവും ഇത് ഇങ്ങനെയാണോ എന്നുള്ളത്. അതേപോലെ പലപ്പോഴും അമിതമായിട്ട് വളരെയധികം സന്തോഷം, നമ്മൾ പറയും മനസ്സിന്റെ ഉള്ളിൽ ഒത്തിരി സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ എന്തൊക്കെയോ മനസ്സിലൊരു ചെറിയ ആദി വന്നു ചേരുന്ന ഒരു സാഹചര്യം. നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ചക്രാസ് വളരെയധികം ബാലൻസ്ഡ് ആണ്. അതായത് നമ്മൾ പറയും ഓരോ ചക്രാസ് 7 ചക്രങ്ങളും ബാലൻസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊതുവേ ഈ ഒരു മാസത്തിൽ വളരെ ആത്മീയമായിട്ട് ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പൊതുവേ നിങ്ങൾക്ക് കുടുംബത്തിൽ പറയാൻ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയുന്ന ഒരു രീതിയാണ്. നമ്മൾ പറയല്ലോ ജയിക്കാൻ വേണ്ടിയിട്ട് എവിടെ എന്തും സംസാരിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്ന, അല്ലെങ്കിൽ അമിതമായിട്ട് സങ്കടം, ഓവറായിട്ടുള്ള സങ്കടമാണെങ്കിൽ എന്ത് പറഞ്ഞാലും അപ്പ കരച്ചിൽ വരും, അല്ലെങ്കിൽ പലതും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ അതിൽ നിന്നുള്ളൊരു മാറ്റമാണ്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മുഹൂർത്തം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു മാസം നിങ്ങൾ ഏറ്റവും ഈ പറയുന്ന, അതായത് നിങ്ങളുടെ വ്യക്തിത്വത്തെ, നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന, അതായത് ചന്ദ്രന്റെ എനർജി നിങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. അപ്പോൾ ഒന്ന്, ചന്ദ്രനെ ആരാധിക്കുക. മൂൺ റിച്വൽസ്, ഫുൾ മൂൺ, ന്യൂ മൂൺ, ഈ ഒരു മാസത്തിലെ റിച്വൽസ് മറക്കാതെ ചെയ്യുക. സ്പിരിച്വൽ ഹീലിംഗ് ടാരൽസിന് നോക്കാവുന്നതാണ് മൂൺ റിച്വൽസ്. അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കൂടുതൽ അറിവ് നേടാനും എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒരു മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യം ഈ ഒരു മാസത്തിൽ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് നാളുകളായിട്ട് അകന്നു നിന്നിരുന്ന ചില ബന്ധുക്കളോ അല്ലെങ്കിൽ അതുപോലുള്ള വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്നു. അതായത് വഴക്കിട്ട് പോയിട്ടുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കുറേ ദൂരെയുള്ള ആളുകൾ, അല്ലെങ്കിൽ മാതാപിതാക്കളെ, ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ വിദേശത്തായിട്ടുള്ളവരാണെങ്കിൽ അവർ വിദേശത്തെ അവരുടെ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാവാം. അല്ലെങ്കിൽ വഴക്കിട്ട് പോയിട്ടുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വന്നിട്ടുള്ള ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം തരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ബന്ധുക്കളോ ബന്ധങ്ങളോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് നിങ്ങൾ ശ്രദ്ധിക്കാനെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അത് നിങ്ങളുടെ കൺട്രോളിലല്ല. പക്ഷെ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ ഒരു കുട്ടിയേ ഉള്ളൂ, ഒരു കുട്ടി മതിയെന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ്, കുട്ടി അത്യാവശ്യം പ്രായമായിട്ടുള്ളവരാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രഗ്നൻസി ഉണ്ട്, 10-15 ഒക്കെ വയസ്സിന് വ്യത്യാസം മക്കൾ തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു ആദ്യത്തെ കുട്ടിക്ക് ഒരു 10-15 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ രണ്ടാമത്തെ ഒരു കുട്ടിക്കുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഇങ്ങനെയുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ബാക്കി ആ ഒരു എനർജി കാണിക്കുന്നുണ്ടെന്നുള്ളത് മാത്രമാണ്. പലതും നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ എന്തായാലും
ഇനി ഒന്ന് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി സ്ഥലങ്ങളിലൊക്കെ പൊതുവെ നല്ല അന്തരീക്ഷമാണ്. അപ്പോൾ ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ മേലധികാരികളും നിങ്ങളുമായിട്ട് അത്ര നല്ല രസത്തിലല്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മേലധികാരികളുമായിട്ട് നല്ലൊരു രീതിയിലുള്ളൊരു സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയാൻ നിങ്ങളുടെ ബോസ് മാറുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് വരുന്ന ബോസ് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അനാവശ്യമായിട്ട് നിങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം പൊതുവിൽ കാണിക്കുന്നുണ്ട്. പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് അത്ര നല്ല രസത്തിലല്ലാത്ത വ്യക്തികൾ ചിലപ്പോൾ അവർ ട്രാൻസ്ഫർ ആയി പോകുന്നത്, ജോലി നിർത്തി പോകുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം നിങ്ങളെ ഈ ഒരു സമയത്ത് ജോലി സംബന്ധമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ജോലിയിലും ഉള്ള ബന്ധങ്ങളിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫേവറിലാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതിലും സംതൃപ്തി തരുന്ന ഒരു കാര്യം തന്നെ എന്ന് പറയാവുന്നതാണ്. അടുത്തതായിട്ട് ഇൻസൈറ്റ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദൈവാനുഗ്രഹം ഉള്ള ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെയധികം അവബോധം, അതീന്ദ്രിയജ്ഞാനം എന്നൊക്കെ പറയുന്നത് വളരെയധികം ഉയർന്ന തലത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ ചിന്താഗതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നലുകൾ പലപ്പോഴും വെറും തോന്നലുകളല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇത് വേണ്ട അല്ലെങ്കിൽ ഇത് വേണം, ഇതാണ് നല്ലത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലേ തന്നെ സഞ്ചരിക്കുക. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്ട്രോങ് ഇൻഡ്യൂഷൻ, ഇൻസൈറ്റ് ഒക്കെ വളരെ കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളിലൂടെ വരുന്ന പല കാര്യങ്ങളും നിങ്ങൾ അബദ്ധത്തിൽ എന്തെങ്കിലും ആരടുത്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ ആ പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും ആ ഒരു രീതിയാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ഒന്ന്. അപ്പോ പിന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഈ ഒരു മാസത്തില്. പിന്നെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ വാക്കുകളെ, നിങ്ങളുടെ ശരീരത്തെയും വരെ നിയന്ത്രിക്കാൻ പറ്റുന്ന, ശരീരത്തെ നിയന്ത്രിക്കാനെന്ന് പറയുമ്പോൾ ചില സാഹചര്യങ്ങളിൽ നല്ല രീതിയിൽ നമ്മളുടെ കൺട്രോൾ നമ്മളുടെ കയ്യിൽ അല്ലാതെ ആയി പോവും. ആ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, അതായത് മനസ്സിനെ സങ്കടം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, അങ്ങനെ പല കാര്യങ്ങളും, വാക്കുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇതൊക്കെ നന്നായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ അപാര ധൈര്യം കാണിക്കുന്ന, അസാമാന്യ ധൈര്യമായിരിക്കും ഈ ഒരു മാസത്തിൽ. അപ്പോൾ ഏത് കാര്യത്തിനും വളരെ ബോൾഡായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയം തന്നെ ആണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ. അതേപോലെ പെർസീവറൻസ്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഒന്നും വിട്ടുകളി, അതായത് ഒന്നും ഗീവപ്പ് ചെയ്യില്ല. അതായത് സംഭവിച്ചിട്ടില്ല, നടന്നിട്ടില്ല, ഇപ്പൊ മത്സര പരീക്ഷകളിലും കാര്യങ്ങളിലും ഒക്കെ ഒരിക്കലും ഒന്ന് വിജയിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എത്തേണ്ട അത്രയും ലെവലിൽ റാങ്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഒന്നും തന്നെ അവിടെ അത് നിർത്തിപ്പോവാതെ വീണ്ടും പരിശ്രമിച്ച്, ഗിവപ്പ് ചെയ്യാതെ വീണ്ടും പരിശ്രമിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അത് വളരെയധികം പ്രയോജനവും ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളിലും ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും പരീക്ഷകളൊക്കെ എഴുതിയിട്ട് ഇതിനു മുമ്പ് ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ളതാണെങ്കിൽ ഈ ഒരു മാസത്തിൽ അതിനുള്ള അവസരം, എന്തെങ്കിലും ഡേറ്റ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സമയത്തും നേരത്തെ പോലെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഫലം കാണുന്ന മാസമാണ് ഈ ഒരു മാസം എന്ന് തന്നെ പറയാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഹാർമണിയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ധനലാഭം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവരാണ്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ വാഹനം വാങ്ങിക്കാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ലോൺ സാങ്ഷൻ ആവുന്നുണ്ട്. കടങ്ങൾ കിട്ടുന്ന മാസമാണ്. അപ്പോൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് കുറേ പുറകെ നടന്നിട്ട് കിട്ടാത്തത് അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തിരിച്ചു കയ്യിൽ തരുന്ന ഒരു സാഹചര്യം. ചില ആളുകൾക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടാനുള്ള ഭാഗം കിട്ടുന്നതിന്റെ ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഭാഗം ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ലാത്തവർക്ക് ഭാഗം തിരിച്ചു കിട്ടുന്നതിന്റെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അതൊന്ന്. അതേപോലെ തന്നെ നെഗറ്റിവിറ്റി, മറ്റുള്ളവരിൽ നിന്നുള്ള നെഗറ്റീവായിട്ടുള്ള മറ്റുള്ളവരുടെ ചിന്തകളൊന്നും നിങ്ങളെ ബാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പറയുന്ന പോലെ പൊതുവിൽ നിങ്ങൾക്ക് എന്താണ് ഈ കണ്ണീർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ബാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു സമയത്ത് വളരെ സുരക്ഷിതരായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി വരുന്നു എന്നുള്ളത്.
അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.